കിട്ടിയോ? ആ അമ്മ, എല്ലാം സെറ്റ്, എല്ലാത്തിലും ഫസ്റ്റ്. പക്ഷെ ഒരു ചെറിയ പൂജ്യത്തിന്റെ കുറവ്. മോളെ പൂജ്യത്തിന്റെ കുറവല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഞാനേ മോളെ ആന്റീനൊക്കെ ഒന്ന് വിളിച്ച് പറയട്ടെ. ബാ. ആ മിടുക്കി, അമ്മയുടെ മോള് തന്നെ. ഇവളെന്താ ഫോൺ എടുക്കാത്തെ? ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ എടി, മോനൊക്കെ വന്നാ സ്കൂൾ വിട്ടിട്ട്? ആ മോനിപ്പെത്തി. നിന്റെ മോളെത്തിയില്ലേ? ആ ഇവിടെ മോള് വന്നു. പിന്നെ എക്സാമിലൊക്കെ എങ്ങനെ മാർക്കൊക്കെ? ആ ഓനെല്ലാത്തിനും ഫുള്ളുണ്ട്. നിന്റെ മോക്കോ? ആ മോക്ക് കിട്ടി. ആ എല്ലാത്തിലും ഫസ്റ്റ് ആണ്. ഒരു പൂജ്യത്തിന്റെ ഒരു കുറവാന്നാ പറഞ്ഞേ. പൂജ്യത്തിന്റെ കുറവാ? നീ എന്താ പറയുന്നേ? അവനല്ലേ പറഞ്ഞേ മാർക്ക് കുറവാ അവക്ക്ന്ന്. ആ ഞാൻ ചോദിച്ചാൽ അങ്ങനെയാ പറഞ്ഞത്. ഞാൻ വിളിക്കാം നിന്നെ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് അവളോട് ചോദിക്കട്ടെ. ഓക്കെ, നീ ചോദിച്ചു നോക്ക്. ഓക്കെ. മോളെ ഇവിടെ ഇരുന്നേ. നിനക്ക് എത്രയാണ് മാർക്ക് കിട്ടത്? 50. മാത്സിൽ എത്രയാ മാർക്ക്? 50. 50 പൂജ്യം ഇല്ലെങ്കിൽ 5. ഇംഗ്ലീഷിലോ? 30. 30 പൂജ്യം ഇല്ലെങ്കിൽ 3. സന്ധിച്ചേട്ടാ, നിങ്ങളെ മോളെ മാർക്കെല്ലാം അറിഞ്ഞോ? നിങ്ങള് എല്ലാത്തിലും വട്ടക്കുമ്പളങ്ങിയാന്ന്. ഇങ്ങനെ ആകുമ്പോ എന്താ ചെയ്യാ? നിങ്ങൾ ഇങ്ങനെ മോളെ ശ്രദ്ധിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അവക്ക് ഒരു താളാണ്. എല്ലാം പറയുന്ന പോലെ ചെയ്തത് കാരണല്ലേ. ഇനിയെങ്കിലും ശ്രദ്ധിക്കും മോള. മോർണിംഗ്. അച്ഛൻ വിളിക്കുന്ന ചെന്നേ. എന്താ മോളെ ഇത്? അമ്മ എന്തൊക്കെ അച്ഛനെ വഴക്ക് പറഞ്ഞെന്നറോ? നീ നല്ലവണ്ണം പഠിക്കണ്ടല്ലേ? നമ്മളൊന്നും ഒരു കാലത്ത് പഠിക്കാത്തതുകൊണ്ടാണ് അച്ഛനെല്ലാം ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. പഠിപ്പാണ് ഏറ്റവും വലുത് കേട്ടോ. ഇവളിങ്ങനെ ആവരുത് കേട്ടോ. നല്ലവണ്ണം പഠിക്കണം. ഇത് അച്ഛൻ പറയുന്ന പോലെയൊന്നുമല്ല. ഈ പഠിക്കുക എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള പണിയാണ്. അച്ഛന് സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ ആദ്യം പുതിയ സ്കൂളിൽ പോയി ചേർന്നോക്ക്. എന്നാലും അച്ഛൻ നമ്മളെ വിഷമം മനസ്സിലാക്കും.